ഈ ട്രാഫിക് നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാർത്തയൊന്ന് കാണണം. ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിച്ചതിന് 270 ചലാനുകൾ, 1.5 ലക്ഷം രൂപയിലേറെ പിഴ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നും ഏതെങ്കിലും പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയൊക്കെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെയല്ല. ബംഗളൂരുവിലെ ഒരു ലേഡി റൈഡറെ കുറിച്ചാണ് പറയുന്നത്. ഇവർ ലംഘിക്കാത്ത ട്രാഫിക് നിയമങ്ങൾ ഒന്നുമില്ല. ഇവരുടെ വാഹനത്തിന്റെ വിലയേക്കാൾ കൂടുതലാണ് ശരിക്കും കണക്ക് കൂട്ടുമ്പോൾ ഈ പിഴത്തുക വരിക. വിനയുണ്ണിയാണ് നമ്മുടെ കൂടെയുള്ളത്. വിനയ്, ചില്ലറ പണിയൊന്നുമല്ല ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ധൈര്യം അവർക്ക് വന്നത്? ധൈര്യത്തിനേക്കാൾ ഉപരി അറിവില്ലായ്മ കൂടി ആയിരിക്കാം. എന്തായാലും ചില്ലറ നിയമലംഘനങ്ങളൊന്നുമല്ല. അതായത് ട്രാഫിക് സിഗ്നലുകൾ ലംഘിക്കുക, ഹെൽമെറ്റില്ലാതെ പോവുക, ട്രിപ്പിൾ അടിക്കുക, പിന്നീട് അങ്ങനെ ഒട്ടേറെ നിയമലംഘനങ്ങൾ എടുത്തു പറയാനേ ഒരുപാടുണ്ട്. എന്തായാലും 1.36 ലക്ഷം രൂപയാണ് ഈ ലേഡി റൈഡർക്ക് ബംഗളൂരു ട്രാഫിക് പോലീസ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏതാണ്ട് 270 ടിക്കറ്റുകൾ, ചലാനുകളടക്കം ഇവർക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ നിരന്തരമായി ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. എന്തായാലും ഒടുക്കം ഇവരുടെ വണ്ടി ഇപ്പോൾ ട്രാഫിക് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, നമ്മൾ തന്നെയായാലും വണ്ടി ഓടിക്കുന്നവരാണ്, എല്ലാം വാഹനം ഓടിക്കുന്നവരാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എല്ലാം തന്നെ നമ്മുടെ വണ്ടി നമ്പർ ഉപയോഗിച്ച് പരിവാഹൻ ആപ്പിൽ ഇതൊന്ന് സെർച്ച് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ചലാനുകളുണ്ടോ അല്ലെങ്കിൽ ഫൈൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത്രയും നിയമലംഘനങ്ങൾ നടത്തിയ ആ ലേഡി ഡ്രൈവർ ഇതൊന്നും വകവെച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. പരിവാഹൻ ആപ്പിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ നിയമലംഘനങ്ങൾ നടത്തില്ലായിരിക്കും. എന്തായാലും വലിയൊരു എമൗണ്ട് എടുത്തു പറയുകയാണെങ്കിൽ അവരുടെ സ്കൂട്ടറിനൊക്കെ വലിയ എമൗണ്ട് അവർക്ക് പിഴയായി ഒടുക്കം അടയ്ക്കേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വാഹനം കണ്ടുകെട്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രാഫിക് പോലീസ്.